സർ, ഇപ്പം നമ്മൾ ആ ഇൻവെസ്റ്റിഗേഷൻ സമ്മതിക്കാതിരുന്നു കഴിഞ്ഞാൽ അറ്റ് ലാസ്റ്റ് കോളേജും ഈ പ്രശ്നങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കും. Sir Aliza, as I have already made it clear, and I will say it again, none of them are allowed on my college compound with this fucking reason. Got it? സർ, ബട്ട് അത് പ്രിൻസിപ്പളേമാ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാ സർ. എൻ്റെ കോളേജും ആ മിസ്സിങ്ങും തമ്മിൽ യാതൊരു ബന്ധമില്ല. അതിവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അപ്പുറത്തെ UP സ്കൂളിൽ പഠിക്കുന്ന LKG പിള്ളേർക്ക് വരെ അറിയാന്നുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശകലനം തരാൻ ഞങ്ങൾക്കും താല്പര്യമില്ല. താല്പര്യമില്ലായ്മ സ്വാഭാവികം. പക്ഷേ അത് നിങ്ങൾ മാത്രമൊക്കെ തീരുമാനിച്ചാൽ പോരാ. ഈ കോളേജിലെ തന്നെ 8ഓളം കുട്ടികളെയാണ് ഇതിനോടകം കാണാതായിരിക്കുന്നത്. അതും വേറെ 2 ആഴ്ച കൊണ്ട്. പൊന്നു സാറേ, നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. പ്രത്യേകിച്ച് അവര് പഠിക്കുന്ന സ്ഥാപനത്തിലെ പ്രിൻസിപ്പാൾ എന്നുള്ള നിലയ്ക്ക് വീട്ടിൽ നിൽക്കുന്നേക്കാൾ കൂടുതൽ സമയം അവരിവിടെയായിരുന്നു. അപ്പൊ ഇവിടെ വന്നാലേ അവരുടെ സ്വഭാവവും പെരുമാറ്റവും പഠനത്തിൽ എങ്ങനെയായിരുന്നു എന്ന് മറ്റങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സ്വാഭാവികമായും ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ തന്നെ വരും. ഓക്കെ സാറാ, ഇവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തേക്ക്. ആ പിള്ളേരെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ ഷി വിൽ ഹെൽപ്പ് യു. വളരെ ഉപകാരം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ഇപ്പോ റീസെന്റ് അടുപ്പിച്ചടുപ്പിച്ച് കാണാതായില്ലേ, അവരെ കുറിച്ച് അറിയേണ്ടത്. അവരെങ്ങനെയായിരുന്നു, അവരുടെ സ്വഭാവം, പഠിക്കാൻ എങ്ങനെയായിരുന്നു, ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ. 8 പേരില് 3 പേര് നന്നായിട്ട് പഠിക്കുമായിരുന്നു, തരക്കേടില്ലാതെ പഠിക്കുമായിരുന്നു. ബാക്കി 5 എണ്ണം ക്ലാസ് ഫസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും പഠിക്കുന്ന കാര്യത്തിൽ ഉഴപ്പൊന്നുമില്ലായിരുന്നു. പക്ഷേ ക്ലാസ്സിലെ കുട്ടികളെല്ലാം നന്നായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. പിന്നെ പോരാഞ്ഞിട്ട് അതിലൊരെണ്ണത്തിൻ്റെ അച്ഛനാണെങ്കിൽ ഇവിടുത്തെ കോളേജ് പ്രസിഡന്റും. പിന്നെ പറയണ്ടല്ലോ പുകിലെങ്ങനെയായിരിക്കും. ഇതുവരെ അവർ ഉപദ്രവിച്ചിട്ടുള്ള ഒരു കുട്ടികളും, റാഗ് ചെയ്തിട്ടുള്ള ഒരു കുട്ടികളും കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. അവർ റാഗ് ചെയ്യുന്നത് കണ്ടതായിട്ടൊരു സാക്ഷ്യവുമില്ല. അതുകൊണ്ട് തന്നെ യാതൊരു കംപ്ലൈൻറ്റും കിട്ടിയിട്ടില്ല. ഓ, അപ്പൊ ഈ 8 എണ്ണവും തലതെറിച്ചതീയങ്ങളായിരുന്നു ഒന്ന് സാരം അല്ലേ? അങ്ങനെയും പറയാം. അങ്ങനെ തീർത്ത് പറയാനും പറ്റത്തില്ല. ആരും കംപ്ലൈൻ്റ് ഒന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്കറിയത്തില്ലല്ലോ. പിന്നെ ഏറെക്കുറെ അവരെ പ്രായത്തിൻ്റെയാ. ഞാൻ എടുത്ത് പറയണ്ടല്ലോ, നമ്മൾ ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് വന്നേ. അപ്പം അതിൻ്റെതായിട്ടുള്ള കുരുത്തക്കേടുകൾ
ടീച്ചർ പറഞ്ഞത് ശരിയാ, പക്ഷെ ഈ പ്രായത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഏ ഏ? അല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഈ വന്നത് നിന്നത് എല്ലാം കണക്കാണല്ലോ സാറേ. അല്ല, സാറിന് ഇതൊക്കെ കേട്ടിട്ട് എന്താ തോന്നുന്നേ? എന്ത് തോന്നാൻ? എവന്റെയൊക്കെ കയ്യിലിരിപ്പ് കാരണം ആരെങ്കിലുമൊക്കെ തല്ലിക്കൊന്നാണ് മയിലിനെയൊക്കെ. ഒരു മാരണങ്ങൾ രാവിലെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സാർ എന്തുവാ പറയുന്നേ? പിന്നെ ഞാൻ എന്ത് പറയാൻ എന്റെ പുനഃകൃതി? ഇതിനെയൊക്കെ ചാട്ടവാറുകൊണ്ട് അടിക്കാൻ വേണ്ട. ജനിപ്പിച്ച തന്തൻ തള്ളയും പറഞ്ഞാൽ മതിയല്ലോ. വല്ല വാഴിയും വെക്കേണ്ട നേരത്തും ഏതവനെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആരെങ്കിലും എടുത്തിട്ട് ചാമ്പി കാണും അവനെയൊക്കെ. എക്സ്ക്യൂസ് മീ സാർ. ആരാ? എന്താണ്? സാർ, എൻ്റെ പേര് സൂരജ്. ഞാനിവിടെ ഫസ്റ്റ് ഇയർ പോളിടെക്നിക്കിന് പഠിക്കുക. ഓ, അല്ല അതിന് അല്ല, അത് എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ, പോയിട്ട് അടുത്ത ആഴ്ച ഞങ്ങൾ വാ. അല്ലെങ്കിൽ ഇവിടെ തലയിൽ 100 കൂട്ടം കാര്യങ്ങൾ അപ്പോഴേ ചെറുക്കൻ്റെ ഒരു കാര്യം. സാർ, അത് ഈ മിസ്സിങ്ങിനെ കുറിച്ചാ. ഇത്രയും പേരെ കാണാനില്ലല്ലോ, അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതിനെ കുറിച്ച് നിനക്കെന്താ പറയാനുള്ളത്? എന്താ, നീയാണോ അത്രയും പേരെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്? അയ്യോ അല്ല സാർ. പിന്നെന്താ നിനക്ക് പറയാനുള്ളത്? അത് സാർ അറിയുന്നതിന് മുമ്പേ ഞങ്ങളിവിടെ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ സാർ അറിയണം. അതിനാ ഞാൻ അത് മുതൽ അറിയുന്നേ. അത് മുതൽ അറിഞ്ഞാലേ സാറിന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടത്തുള്ളൂ. എൻ്റെ മനസ്സ് പറഞ്ഞു വെച്ചിട്ട് ഇത് ഉറപ്പായിട്ട് അതിന് പിറകെ വന്ന പണി തന്നെയാണ്. അല്ലെങ്കിലേ എനിക്ക് ചീത്തപ്പേരാ വലിച്ചഴിക്കുന്നെന്നും പറഞ്ഞോണ്ട്. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് പെട്ടെന്ന് പറ. സാർ, അത് വിടെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. ഓ, താനേ ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഇറങ്ങാൻ നോക്കൂ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. എന്ത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ കൃതി. തുറന്നു പറയാനുള്ള എല്ലാം തുറന്നു പറയാൻ പറ്റിയ സ്ഥലമാണ്. നീ എങ്ങനെയാ അവരെ തട്ടിക്കൊണ്ടുപോയത്? പറഞ്ഞോളൂ. ഈ സാറ് എടോ, തനിക്കെന്താ പറയാനുള്ളേ? പറഞ്ഞോ എന്തായാലും. സാർ, അത് ഞങ്ങൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത സമയം ഞാൻ, റോയ്, അമീർ, ആൽബിൻ ഞങ്ങൾ 3 പേരും പെട്ടെന്ന് കമ്പനി ആയായിരുന്നു. അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോഴേ 3 പേരും കണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിചയപ്പെട്ടു. വന്നപ്പോൾ ചെറിയ രീതിയിൽ റാഗിങ്ങും വിരട്ടലും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. ആദ്യമൊന്നും ഞങ്ങൾ അത്ര കാര്യമാക്കിയില്ല. കോളേജ് ലൈഫൊക്കെ ആകുമ്പോൾ ഇതൊക്കെ സഹജമല്ലേ എന്ന് കരുതി. പക്ഷെ പോകെ പോകെ ആ റാഗിങ്ങിൻ്റെ രീതികളങ്ങ് മാറി. സാറിനറിയാവോ, ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ കോളേജിൽ ബാക്കിയുള്ളത് ഞാൻ മാത്രം. ബാക്കി എല്ലാവരും ഓരോരുത്തർക്കും ഓരോന്ന് പറ്റി. ഓരോന്ന് പറ്റിയെന്ന് പറയുമ്പോൾ വാടി മീൻ താനെന്താ ഈ പറഞ്ഞു വരുന്നേ? ഉപദ്രവിക്കുമായിരുന്നു സാർ. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാണ്ട് ഒരുപാട്. എന്റെ ദൈവമേ, ഇങ്ങനെയും പിള്ളേരോ? എന്നിട്ട് നിങ്ങൾ കംപ്ലൈന്റ് ഒന്നും ചെയ്തില്ലേ കൊച്ചേ? ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുവോ? കേട്ടല്ലോ കൃതി, ഇതിനെയൊക്കെയാ നമ്മൾ ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ എന്ന് താരതമ്യപ്പെടുത്തിയത്. സാർ, അതാ ഞാൻ അന്നേരമേ പറഞ്ഞത് ടീച്ചറും കണക്കാണ്. അല്ല, എന്നിട്ട് നിങ്ങൾ സ്കൂളില് അല്ല കോളേജിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ? എന്തെന്ന് പറഞ്ഞ് പറയാനാ? ആർക്കും അതിനുള്ള ധൈര്യമില്ല. വീട്ടുകാരോട് പറഞ്ഞാൽ വീട്ടുകാർ കോളേജ് മാറ്റില്ല. ചിലപ്പോൾ ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കുമല്ലോ ഇല്ല.
എൻ്റെ കൂടെ ഉള്ള ഒരുത്തൻ വീട്ടുകാരോട് പറയാൻ പേടിച്ചിട്ട് പറഞ്ഞില്ല. വേറൊരുത്തൻ വീട്ടിലെ കഷ്ടപ്പാട് കാരണം പറഞ്ഞില്ല. വേറൊരുത്തൻ പറഞ്ഞിട്ട് വീട്ടുകാരത് വിശ്വസിക്കുക പോലും ചെയ്തില്ല. ഒരു സപ്പോർട്ടിന് പോലും ആരും കൂടെ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ആരോടെ എന്ത് പറഞ്ഞിട്ട് ആര് വിശ്വസിപ്പിക്കാനാ? കണ്ടോ, ഇപ്പോഴത്തെ തലമുറയിലെ പേരൻസിന്റെ ഭാഗത്തും ഉണ്ട് തെറ്റ്. എന്നിട്ട് ഒരു ദിവസം രാവിലെ ഞങ്ങൾ കോളേജിലേക്ക് ചെന്നതും ഞങ്ങളുടെ കൂട്ടത്തിൽ അമീറിൻ്റെ ന്യൂഡ് ഫോട്ടോസും വീഡിയോസും ഒരു പെങ്കൊച്ചായിട്ടുള്ള ആരോ കോളേജ് ഗ്രൂപ്പിലെടുത്തിട്ടു. അവൻ സൂയിസൈഡ് ചെയ്തു. അപ്പം തന്നെ സൂയിസൈഡോ? എന്നിട്ടും ആരും കംപ്ലൈന്റ് ചെയ്തില്ലേ? പ്രതികരിക്കുകയും ചെയ്തില്ലേ കോളേജിൽ നിന്ന്? ആര് കംപ്ലൈൻറ്റ് ചെയ്യാനാ മാഡം? ഈ കോളേജിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കോളേജിൻ്റെ അകത്ത് തന്നെ തീരും. ഇല്ലെങ്കിൽ അവരത് തീർക്കും. സാറിന് മാഡത്തിനൊന്നും അറിയാത്തോണ്ട. എന്നിട്ട് ആ ബാക്കി 2 പേര്? റോയി അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും കരഞ്ഞു പറഞ്ഞ് കൈയും കാലും പിടിച്ച് ഇവിടുന്ന് TC വാങ്ങി അവൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയി. അതും അവൻ്റെ അസ്തിത്വം ചോദ്യം ചെയ്തതിൻ്റെ പേരിലായിരുന്നു. അവൻ ഗേ ആണെന്നും പറഞ്ഞ് മോർഫ് ചെയ്ത കുറേ ഫോട്ടോസും ന്യൂസും വീഡിയോസും അറിയത്തില്ല. പിന്നെ ഒരാൾ അതിനെക്കുറിച്ച് എനിക്ക് സാറിനോട് പറയാനുള്ളത്. അവൻ്റെ കാര്യമാണ് എനിക്ക് സംശയം. എനിക്ക് വളച്ചു കെട്ടുന്നത് ഇഷ്ടമല്ല. പറയാനുള്ളത് നേരെ അങ്ങ് പറഞ്ഞേർക്കാം. എന്താ? അത് അമീറും റോയും പോയതിന് ശേഷം ഞാനും ആൽബിനും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 1.5 മാസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. അവർ ഞങ്ങളെ വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഇയാൾ കൈ നോട്ടെ. ഞങ്ങളെ ഇനി ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അവർ വെറുതെ വിടില്ല. പോലീസിന് കംപ്ലൈൻറ്റ് ചെയ്യും. ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ. ഒന്നാമത്തെ റാഗിങ് തന്നെ നിരോധിച്ചതാണ്. അപ്പം നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ 4 കൊള്ളുമ്പോൾ അങ്ങ് തീർന്നോളൂ. ഓ, അപ്പൊ നീ ഞങ്ങൾക്കേറെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നിന്റെ അണ്ണാക്കിന് നാക്കൊക്കെ ഉണ്ട്. ആ, സംസാരിക്കും. വായിൽ നാക്കും ഉണ്ട്. കുറേ ആയാലോ നിങ്ങളിങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങളും ഇവിടെ കാശ് കൊടുത്ത് തന്നെ പഠിക്കുന്നത്, അല്ലാതെ ഫ്രീ ആയിട്ടൊന്നുമല്ല. പണക്കൊഴുപ്പിൻ്റെ തോന്നിയാസം ഞങ്ങളുടെ അടുത്ത് കാണിച്ചത് മതി. ഇനിയും ഇത് അനുഭവിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കാർക്കുമില്ല. നീ ആരാന്നാ നിന്റെ വിചാരം? കൂടെ ഉള്ളത് നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞയച്ചതുപോലെ നിന്നെയും ഇവിടെ നിന്നൊക്കെ പറഞ്ഞു വിടാനായിട്ട് ഞങ്ങൾക്ക് അധിക സമയമൊന്നും വേണ്ട, കേട്ടോടോ മോനെ. അന്ന് അവൻ ഒരുപാട് തല്ലി. അതുകൊണ്ടൊന്നും തീർന്നില്ല. പിറ്റേന്നും അതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അവർ ഉപദ്രവിക്കുന്നതിൻ്റെ ഇടയിലാണെന്ന് തോന്നുന്നു അവൻ്റെ കാല് സ്ലിപ്പായി കോളേജ് ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് താഴത്തോട്ട് വീണു. അതിനുശേഷം കോമയിലാണ്. സത്യത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഉപദ്രവം അനുഭവിച്ച ആൽബം തന്നെയായിരുന്നു. അവനിവിടെ കോളേജ് ഹോസ്റ്റലിലാണ് നിന്നെ. അവിടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ 10 ഇരട്ടി. അതുകൊണ്ടായിരിക്കും സഖിയുടെ അമ്മ മാത്രം പ്രതികരിച്ചത്. അന്നത്തെ സംഭവത്തിന് ശേഷം അവൻ്റെ റിലേറ്റീവ്സ് വന്ന് വീട്ടിലോട്ട് കൊണ്ടുപോയി. ഊട്ടിയിലെന്തോ ആണെന്നാണ് പറഞ്ഞ അവൻ്റെ വീട്. അവനും പോയി. എന്നിട്ട് ആ പയ്യന്റെ വീട്ടുകാരും കേസ് കൊടുത്തില്ലേ? കേസൊക്കെ കൊടുത്തതാ. പക്ഷെ അതുകൊണ്ടൊന്നും ഒന്നും ആയില്ല. അറ്റ് ലാസ്റ്റ് പുറത്ത് വന്നപ്പോൾ അവൻ സൂയിസൈഡ് ചെയ്തതാന്ന്. എങ്ങനെയാ സാർ ഇങ്ങനെയൊക്കെ എല്ലാരെയും പൊട്ടന്മാരാക്കാൻ പറ്റുന്നത്? ഐ കാൻറ്റ് ബിലീവ് ദിസ്. എന്നിട്ട് അതിനുശേഷം ഉള്ള 1 മാസത്തിന് ശേഷമാണ് ഈ 8 പേര് ഓരോരുത്തരായിട്ട് കാണാതായി തുടങ്ങിയത്. ആദ്യം ഒരാൾ, പിന്നെ മറ്റൊരാൾ, അങ്ങനെ തുടർച്ചയായിട്ട് 8 പേര്. അവരെ എല്ലാവരെയും കാണാതായതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ റാഗിങ് അനുഭവിക്കേണ്ടി വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ കോളേജിൽ തന്നെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനും എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. ഇതിലിപ്പോ എന്താ തനിക്ക് ഇത്ര സംശയം തോന്നാൻ മാത്രമുള്ള കാര്യം? അത് സാർ, ഒരാഴ്ച മുമ്പേ ആൽബിൻ അന്വേഷിച്ച ഒരാൾ വന്നിരുന്നു ഇവിടെ. എൻ്റെ അടുത്തായിരുന്നു വന്ന് ചോദിച്ചത്. അറിയില്ല. അതാ എനിക്ക് സംശയം തോന്നാനുള്ള കാരണം. അയാൾ വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തരായിട്ട് കാണാതായി തുടങ്ങിയത്.
അന്ന് എനിക്ക് ചെറുതായിട്ടൊരു ഡൗട്ട് തോന്നിയുണ്ടായിരുന്നു. എന്തോ തോന്നിയിട്ട് അപ്പം ഞാൻ അയാൾ പോകുന്നതിന് മുമ്പേ അയാളുടെ ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെ? ഷമിത ഫോട്ടോ കാണട്ടെ. ഇതാ. ഓ, ഇതാണോ ആള്? എനിക്ക് ഈ ഫോട്ടോ സെൻഡ് ചെയ്താൽ മോനെ. കൃതി, ഈ ഫോട്ടോ സൈബർ സെല്ലിൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് ഇതാരാന്ന് കണ്ടുപിടിക്കാൻ പറ. യെസ് സാർ. ഇപ്പോൾ തനിക്കിവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല സാർ. സാർ എന്താണോ പറഞ്ഞോ? സാർ, ഇപ്പം എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നാളെ വരുന്ന ഒരുപാട് പേർക്ക് ഇതൊരു പേടിയായിരിക്കാം. കാരണം ഈ കോളേജിൽ ഒരാൾ മരിച്ചാൽ പോലും ഇവിടെ ഉള്ളവർ ഇരിച്ചെവി അറിയാതെ കുഴിച്ചുമൂടും. അതുകൊണ്ട് ഇതിനെതിരെ എന്തെങ്കിലും... താൻ പേടിക്കണ്ടോ? ഇപ്പൊ ഈ കേസ് ഏതായാലും എൻ്റെ കയ്യിലല്ലേ. അതിനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് ഞാൻ അടങ്ങത്തുള്ളൂ. അതാ, താനിനി അധികം പേടിക്കൊന്നും വേണ്ട. ഹലോ, കൃതിക മാഡം. മാഡം അയച്ച ആളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സാറിൻ്റെ നമ്പറിലോട്ട് അയച്ചിട്ടുണ്ട്. ആണോ? ഓക്കെ, ഞാൻ എന്നാ സാറിനോട് അങ്ങോട്ട് വിളിക്കാൻ പറയാൻ നോക്കിയിട്ട്. സാർ വരുണ വിളിച്ചത്, ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ടോ? സാറിനോട് അത് നോക്കിയിട്ട് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ആ, ഉണ്ടാവരണേ. ജീവൻ 28 വയസ്സ്. ഈ പയ്യന്റെ ലൊക്കേഷൻ വല്ല കിട്ടുമോ? ഇപ്പൊ എവിടെയാണോ, വീടോ അങ്ങനെ പറ്റോ? വീടൊക്കെ കണ്ടുപിടിക്കാം, ടാസ്ക് അല്ല, പക്ഷേ കുറച്ച് ടൈം പിടിക്കും. ലൈവ് ലൊക്കേഷൻ ആണെങ്കിൽ അവൻ്റെ നമ്പർ വെച്ച് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അവനിപ്പോ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. പോയാൽ ഇപ്പം കൈയോടെ പിടിക്കാം. ഹൈപ്പർ മാർക്കറ്റ് ആടാ, എന്നാ നീ വെച്ചോ. ആ ഓക്കെ. സൂരജ്, എന്നാ പിന്നെ സൂരജ് ഇതാ പൈസ. ഓട്ടോയോ ഊബറോ എന്തെങ്കിലും വിളിച്ച് കോളേജിലോട്ടോ വീട്ടിലോട്ടോ എവിടെയെന്ന് വെച്ചാൽ സേഫായിട്ട് ചെല്ലാൻ നോക്കാം. ഓക്കെ? ഓക്കെ സാർ. സാർ, അല്ല അപ്പം നമ്മളങ്ങോട്ടാ? നമ്മള് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വാ. ഹൈപ്പർ മാർക്കറ്റിലോ? എന്തിന്? എല്ലാരും ഹൈപ്പർ മാർക്കറ്റിൽ എന്തിനാ പോകുന്നത്? പച്ചക്കറി വാങ്ങാൻ.